ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മേക്കിംഗ് വീഡിയോ അല്ല, അതുപോലെ മെറ്റീരിയലിൻ്റെ ഇൻട്രൊഡക്ഷനും അല്ല. തംബ്നെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഫ്രീ കിറ്റിന്ന് തംബ്നെയിൽ കണ്ടതുകൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ മാത്രം കേട്ടിട്ടോ നമുക്ക് മെസ്സേജ് ചെയ്യരുത്. ഫ്രീ കിറ്റിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിലാണ് മെസ്സേജ് ചെയ്യേണ്ടത്, കോൾ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഫ്രീ കിറ്റിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരുപാട് നീട്ടി വലിച്ച് വീഡിയോ ഒരുപാട് ലെങ്ത്തൊന്നും ഞാൻ ആക്കണില്ല, കാരണം ആർക്കും അങ്ങനെ ഒരുപാട് നേരം കേട്ടുകൊണ്ടിരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതറിയാം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രീ കിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗീവ് അവേ നടത്തുന്നുണ്ട്. അപ്പോൾ ഗീവ് അവേയുടെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് പുതിയ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്, അതും ഒരുപാട് റേറ്റ് കുറവിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒരു ജൂൺ 10th അല്ലെങ്കിൽ 8th ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഫ്രീ കിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ ഡാമേജ് വന്ന ഐറ്റംസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഫോം ഫ്ലവറൊക്കെ ഒരു ബഞ്ചിൽ നിന്ന് ഇളകി പോയതാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ബഞ്ചാക്കിയിട്ട് അത് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. റിബൺസിൻ്റെ കളക്ഷൻ ഒരുപാടില്ല, കുറച്ച് സാറ്റിൻ റിബണും അതുപോലെ തന്നെ ഗ്രോസ് ഗ്രെയിൻ്റെ കുറച്ചുണ്ട്. പിന്നെ ഓർഗൻസ 1-2 കളേഴ്സ് ഉണ്ട്, അത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഫ്രീ കിറ്റിനകത്ത് ഉണ്ടാവുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾക്ക് ബീഡ്സ് ഉണ്ടാവും, ബീഡ്സിൻ്റെ മിക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ബീഡ്സ് മാത്രം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അലിഗേറ്റർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബാൻഡ്സും ഉണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് ലെതർ ഷീറ്റിൻ്റെ കട്ട് പീസുകളുണ്ട്. ലെതർ ഷീറ്റിൻ്റെ കട്ട് പീസും അതുപോലെ തന്നെ ഫോം ഫ്ലവർ ഉണ്ട്, പോളൻ ഉണ്ട്, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ റിബണിൻ്റെ കുറച്ച് പീസസ് ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ഐറ്റംസാണ്. പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ചിലപ്പോൾ ഉണ്ടാകും, കാരണം ഗ്ലിറ്റർ ഫോം ഷീറ്റ് അധികം എൻ്റെ കയ്യിലില്ല, ഞാൻ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കുറച്ചുണ്ടാവും. അപ്പോൾ ഞാനത് വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊടുക്കണതല്ല. അതൊന്ന് ആദ്യം ആലോചിക്കണം എല്ലാവരും. നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ റേറ്റ് കുറവിന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്യാഷ് കിട്ടും. പക്ഷെ അത് ആർക്കെങ്കിലും ഒന്ന് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജും കൂടെ വാങ്ങാതെയാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് പോണത്. അപ്പോൾ ആരും അത് മിസ്യൂസ് ചെയ്യരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മളിതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഷെയർ ചെയ്യാതെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നവർക്ക് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത കാര്യം ഒരിക്കലും പറഞ്ഞു കാണിക്കല്ല. പക്ഷേ എല്ലാവരും പറയുന്നത് ശരിയാണ്, നമുക്ക് വെറുതെ കിട്ടുന്ന പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ മെറ്റീരിയലിനൊന്നും ഒരു വില ഉണ്ടാവില്ല. നമ്മളത് ഇവിടെ ഇട്ട് തട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ കളയുമായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു കുറ്റം പറയും. കാരണം ഞാൻ മെറ്റീരിയൽ അയച്ചു കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു ദിവസം ഒരു ബീഡ്സ് മാത്രം അയച്ചു കൊടുത്തത്, ബീഡ്സിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ അയച്ചു കൊടുത്തത്. അപ്പോൾ അതിലെന്താ ഹെയർ ബാൻഡ്സ് വെച്ചില്ലല്ലോ, നിങ്ങൾ അലിഗേറ്റർ ക്ലിപ്പ് വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആളെനിക്ക് മെസ്സേജ് ചെയ്യണത്. ആ ബീഡ്സ് കിട്ടിയാലൊരു സന്തോഷമോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ തന്നല്ലോ എന്നുള്ളൊരു, ഇപ്പം ഞാനും ഒരു ഹെയർ ബാൻഡ്സും ഹെയർ അക്സറീസും ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാനൊരു ആളുടെ ഒരു ഡീലറുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ ആൾ അതിനകത്തൊരു ഫ്ലവർ എക്സ്ട്രാ വെച്ചാൽ പോലും എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ മെറ്റീരിയൽസ് എടുത്തതിന് അവർ ഫ്രീ ബി ആയിട്ട് തന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങനെ കിട്ടുമ്പോഴടക്കം എന്താ പറയുക, ഈ ഫ്രീ കിറ്റ് എന്ന് പറയുമ്പോഴാണ് അങ്ങനെയുള്ളവർ കോൺടാക്റ്റ് ചെയ്യുള്ളൂ, അല്ലാത്തൊരു സമയത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഇത് മെറ്റീരിയൽ എടുക്കണം നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ ഇല്ലാത്ത സമയത്തും വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ യൂട്യൂബെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണും, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ, അതിന് വലിയ ചിലവില്ലല്ലോ. കാരണം എങ്ങനെയാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും കോൺടാക്റ്റ് ചെയ്യുന്നത്. ഫ്രീ കിറ്റിനാണെങ്കിലും മെറ്റീരിയലിനാണെങ്കിലും എന്തിനാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ വലിയ ചിലവില്ലാത്ത കാര്യമല്ല. അപ്പോൾ അതെങ്കിലും ചെയ്തുകൂടെ? അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ഇൻഷാ അള്ളാ വിചാരിച്ചിട്ടുള്ളത് ഒരു 4 അല്ലെങ്കിൽ 5 പേർക്ക് ഫ്രീ കിറ്റ് കൊടുക്കണം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. അർഹതപ്പെട്ട കൈകളിൽ എത്തട്ടെ എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും
സെലക്ട് ചെയ്യുന്നവർക്കാണ് ഇപ്രാവശ്യം 4-5 പേർക്ക് ഫ്രീ കിറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഫ്രീ കിറ്റിൻ്റെ കണ്ടീഷൻസ് എന്താണെന്നുള്ളത് പറയാം. ഒന്ന്, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ താല്പര്യമാണ്. അത് ചെയ്യാതിരിക്കും, പക്ഷേ നമ്മുടെ വ്യൂവർ ആയിരിക്കണം ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെമ്പറായിരിക്കണം. കാരണം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മെമ്പർ എനിക്ക് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, അതിനകത്താണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയുക. നിങ്ങൾ പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ മാത്രമാണ് ഞാൻ ഈ ഫ്രീ കിറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ എന്താ പറയുക, ഞാൻ റിപ്ലൈ തന്നു എന്ന് ചിലപ്പോൾ വരില്ല. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്തായാലും മെമ്പറായിരിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ആയതിന് ശേഷം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന മേക്കിംഗ് വീഡിയോ ആണെങ്കിലും ഇൻട്രൊഡക്ഷൻ്റെ വീഡിയോ ആണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു ചോദ്യ രൂപത്തിൽ ചോദിക്കും. അതിന് കറക്റ്റ് ഉത്തരം പറയുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 4 അല്ലെങ്കിൽ 5 പേർക്കാണ് നമ്മൾ ഈ ഒരു ഫ്രീ കിറ്റ് കൊടുക്കുക. ഒറ്റ വീഡിയോ ഒന്നല്ല, നമ്മൾ ഇനി മുതൽ ഈ ഫ്രീ കിറ്റ് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇൻഷാല്ലാ നമ്മളിനിപ്പോൾ ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആവാൻ വേണ്ടിയിട്ട് മിനിമം 1 വീക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 7 to 10 ഡേയ്സ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഉണ്ടല്ലോ, ആ വീഡിയോസിൻ്റെ ഇടയിലോ തുടക്കത്തിലോ എൻഡിലോ മിഡിൽ എവിടെ വേണമെങ്കിലും നമ്മളൊരു പറഞ്ഞിട്ടുണ്ട്. അത് ആ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തിൽ നിന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം തരുന്ന ആൾക്കാരിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഫ്രീ കിറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓരോ ദിവസം ഓരോ ചോദ്യമായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് എൻ്റർ ആവും ആ ഒരു ഫ്രീ കിറ്റിൻ്റെ ആ ഒരു ലിസ്റ്റിലോട്ട് എൻ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ചോദിക്കാൻ പോകുന്ന ഇപ്പോൾ 10 വീഡിയോ ഇടുമ്പോൾ 10 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ചോദ്യത്തിനും കറക്റ്റ് ആൻസർ പറയുന്ന ഒരു പേരാണ് നമ്മൾ എൻ്റർ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം പേഴ്സണലി മെസ്സേജ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് ഫ്രീ കിറ്റിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവും കേട്ടോ. ദയവ് ചെയ്ത് മെസ്സേജ് ചെയ്ത് ഡൗട്ട് ചോദിക്കരുത്. ഈ പറഞ്ഞ പ്രൊസീജിയറിലും കാര്യങ്ങളിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. മെയിനായിട്ട് നമ്മൾ ഫ്രീ കിറ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ. എന്തായാലും നമ്മുടെ മേക്കിംഗ് വീഡിയോസൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.